നമസ്കാരം. വിവാദമായ കിഫ്ബി മസാല ബോണ്ട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പ്രാഥമിക അന്വേഷണത്തെ തടയാൻ കഴിയില്ല എന്ന് ഹൈക്കോടതി പറയുമ്പോഴും ഇഡിയുമായി ഡോക്ടർ ടി.എം. തോമസ് ഐസക് ഏറ്റുമുട്ടുന്നത് എന്തുകൊണ്ട്? ഇന്നെന്റെ അതിഥി CPM കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ ധനകാര്യമന്ത്രിയുമായ ഡോക്ടർ ടി.എം. തോമസ് ഐസക്. ഡോക്ടർ ഐസക്, വെരി വാം വെൽക്കം ടു ദി പ്രോഗ്രാം. മസാല ബോണ്ട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം പ്രധാനമായും രണ്ട് കാര്യങ്ങളിലാണ്. ഒന്ന്, ഒരു ഫെമ വയലേഷൻ ഉണ്ടായിട്ടുണ്ടോ? രണ്ട്, ഈ പിരിച്ചെടുത്ത തുക എങ്ങനെ വിനിയോഗിക്കപ്പെട്ടു എന്നതാണ്. ഇത് രണ്ടും ഒരു അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം മുൻ ധനകാര്യമന്ത്രി എന്ന നിലയിൽ താങ്കൾക്കില്ലേ? എന്തിനാണ് താങ്കൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത്? കിഫ്ബിയുടെ ഒരു ഉത്തരവാദിത്വം വഹിക്കുന്നില്ല. കിഫ്ബിയിലെ എൻ്റെ പൊസിഷൻ എക്സ് ഒഫീഷ്യോ ആണ്. അതുകൊണ്ട് ഒരു റെക്കോർഡും എൻ്റെ കയ്യിലില്ല. അപ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ എൻക്വയറി നടത്തി അതിലേതെങ്കിലും നിയമലംഘനം ഉണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് വിളിക്കണം, ചെല്ലും. ഒരു സംശയം വേണ്ട. 2 വർഷമായി ഈ ഇഡി ആദ്യമായിട്ട് കിഫ്ബി റെയ്ഡ് ചെയ്തിട്ട്. ഈ 2 വർഷം കഴിഞ്ഞിട്ട് ഈ അന്വേഷണമൊക്കെ നടത്തിയിട്ടും എന്താണ് അന്വേഷണ വിഷയം, എന്താണ് ചാർജ്, ഇത് പറയാൻ അവർക്ക് കഴിയുന്നില്ല. കോടതി റിപ്പീറ്റഡായിട്ട് ചോദിച്ചിട്ടും പറയാൻ പറ്റിയിട്ടില്ല. ഡോക്ടർ ഐസക്, വിദേശ നാണയ വിനിമയ ചട്ടത്തിന്റെ ലംഘനം, ഈ പണം എങ്ങനെ വിനിയോഗിക്കപ്പെട്ടു എന്ന അന്വേഷണവും അന്വേഷിച്ചോട്ടെ എന്ന് എനിക്ക് വിരോധമൊന്നുമില്ല. അന്വേഷിച്ചിട്ട് കേസ് ചാർജ് ചെയ്യണമെന്ന്. അല്ല, പക്ഷെ താങ്കൾ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല. അല്ല, അവരന്വേഷിക്കാം. എന്നെ വിളിപ്പിച്ച് അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും പ്രഥമദൃഷ്ടിയെ തെറ്റ് ചെയ്തിരിക്കണം. 2018 ഇത് ഒക്ടോബർ 2 ഞാൻ പറയണതല്ല, കോടതി പറഞ്ഞതാ. 2 സമൻസ് എനിക്ക് വന്നു, ഞാൻ കോടതിയെ സമീപിച്ചു. എന്താ കോടതി പറഞ്ഞത്? അവിടെ നിയമലംഘനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്വേഷിക്കാം, പക്ഷേ നിയമലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള റോവിങ് എക്സ്പെഡീഷൻ പാടില്ല. ഇപ്പോഴും അത് തന്നെയാണ്. പക്ഷെ ഇപ്പോഴും കോടതി പറയുന്നത് അങ്ങനെയല്ല. പ്രാഥമികമായ അന്വേഷണത്തിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ തടയാൻ കഴിയില്ല. എന്തിനാണ് സമൻസ് വരുമ്പോൾ ഭയപ്പെടുന്നത് എന്നാണ് കിഫ്ബി പോയപ്പോൾ. അപ്പൊ കിഫ്ബി മറുപടി പറഞ്ഞല്ലോ കൃത്യമായിട്ട്. 2 വർഷമായിട്ട് തുടങ്ങിയ പരിപാടിയാ. 8 തവണ വിളിപ്പിച്ച് ഒരേ ചോദ്യം തന്നെ. ഇനി ചോദ്യമില്ലെങ്കിലും വൈകുന്നേരം വരെ നിർത്തിയിട്ട് പറഞ്ഞു കൊണ്ടുവന്നു. വിശുദ്ധ ഹാരസ്മെന്റ് ആണ്. ഇത് സ്ഥാപനത്തിന് സൽപ്പേര് കളയുന്ന തുല്യമാണ്. അപ്പോൾ കോടതി എന്താ പറഞ്ഞേ? യു മേ റെസ്പോണ്ട് ഇൻ എ അപ്രോപ്രിയേറ്റ് മാനർ. എഴുതി കൊടുത്താൽ മതി. ചെയ്യാം. കൊടുക്കൂലെന്നല്ല, എന്നെ വിളിച്ച് അങ്ങനെ ഇരുത്താനായിട്ടുള്ള കോപ്പൊന്നും അവരുടെ കയ്യിലില്ല. പക്ഷെ അത് രണ്ടാമത്തെ കാര്യമാണ് ഡോക്ടർ ഐസക്. താങ്കൾ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. 2018 ഒക്ടോബർ 2 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ യോഗത്തിൽ എടുത്ത തീരുമാനം മിനിറ്റ്സായി നിയമസഭയിൽ വെച്ച രേഖയുടെ വിശദാംശങ്ങളാണ് പുറത്തു വന്നത്. അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം, അതിലെ ചെയർമാനായ മുഖ്യമന്ത്രി ആ യോഗത്തിൽ നിശബ്ദനായിരുന്നു. ഇങ്ങനെ ഈ മസാല ബോണ്ട് ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച അത് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അവിടെ 2 എതിർപ്പുകൾ ഉണ്ടായി. ഒന്ന് ചീഫ് സെക്രട്ടറിയുടെ, ഒന്ന് ധനകാര്യ സെക്രട്ടറിയുടെ. 2 പേരും പറഞ്ഞു, ഇത്ര ഉയർന്ന പലിശ നിരക്കിൽ നമ്മൾ പുറത്ത് ഈ ബോണ്ട് ഇറക്കേണ്ടതുണ്ടോ എന്ന്. അവിടെ ഡോക്ടർ ടി.എം. തോമസ് ഐസക്കാണ് കാറ്റഗോറിക്കലായിട്ട് പറഞ്ഞത്, നമുക്ക് വിദേശ വിപണിയിലേക്ക് ഇറങ്ങാനുള്ള ഒരു അവസരമാണ് ഇത്, കേരളം പോലൊരു സ്ഥലത്ത് ഭാവിയിൽ വലിയ ഗുണം നമുക്ക് ചെയ്യുമെന്ന്. സോ ഇറ്റ് വാസ് ഓൺ യുവർ ഡിസിഷൻ ഈ തീരുമാനത്തിലേക്കൊക്കെ എത്തിയത്. നോക്കൂ, കിഫ്ബി ഡയറക്ടർ ബോർഡ് എന്ന് പറഞ്ഞാലേ കുറച്ച് ഏറാമൂളികളെ എടുത്തു വെച്ചിട്ടുള്ള സമിതിയൊന്നുമല്ല. ഇറ്റ്സ് എ പ്രൊഫഷണൽ ബോഡി. അതിൽ ഈ 2 സീനിയർ ഉദ്യോഗസ്ഥന്മാരല്ലാത്ത ബാക്കിയുള്ള മുഴുവൻ ആളുകളാരാ? മന്ത്രിമാരൊഴിച്ചിട്ടുള്ളവർ. ബാക്കി മുഴുവൻ പേരും ഏറ്റവും ഉയർന്ന ബാങ്ക് മേധാവികൾ, സെബിയുടെ ഒക്കെ മേധാവികളായിട്ടിരുന്ന ആളുകൾ. അങ്ങനത്തെ ഒരു പ്രൊഫഷണൽ ബോഡിയാണെന്ന്. ആ പ്രൊഫഷണൽ ബോഡിയാണെങ്കിൽ പ്രൊഫഷണലായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യും. എതിരഭിപ്രായമുള്ളവർ എതിരഭിപ്രായം പറയും, നല്ല അഭിപ്രായമുള്ളവർ അത് പറയും. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൊഫഷണലായിട്ട് സ്വതന്ത്രമായ അഭിപ്രായം പറയാം, പ്രൊഫഷണലായി തീരുമാനിക്കും. അങ്ങനെ തീരുമാനിച്ചതാ. അല്ല, പക്ഷേ സർക്കാരുമായി ബന്ധമില്ലാത്തവരാണ്. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ സർക്കാരുമായി ബന്ധമില്ലാത്തവരാണ് ഈ തീരുമാനങ്ങളിൽ ഭൂരിഭാഗം പേരും ഉണ്ടായിരുന്നത് ഈ യോഗത്തിൽ. മാത്രമല്ല, അതിലും തന്നെ 2 പ്രധാന എതിർപ്പുകൾ ഉണ്ടായി, ചീഫ് സെക്രട്ടറിയുടെയും ധനകാര്യ സെക്രട്ടറിയുടെയും. അതിനെ ഡോക്ടർ ടി.എം. തോമസ് ഐസക് താങ്കളുടെ വാദം കൊണ്ട് മറികടന്നു എന്നാണ്. സോ യു ആർ ബൗണ്ട് ടു ഗിവ് ആൻ എക്സ്പ്ലനേഷൻ. ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ ഒരു ബാധ്യതയില്ല. ഇത് വല്ല നിയമലംഘനം ഇത് ഇഷ്യൂ ചെയ്തതിലും ഉണ്ടോ ഇല്ലെന്ന് പറയേണ്ടത് റിസർവ് ബാങ്ക് പറയുന്നു ഇത് ഇഷ്യൂ ചെയ്തതിൽ യാതൊരു നിയമലംഘനവും ഇല്ല.
അപ്പൊ പിന്നെ ഞാൻ എന്തിനാ ഭയപ്പെടുന്നത്? അപ്പോൾ CAG റിപ്പോർട്ടിലെ പരാമർശങ്ങളോ കണ്ടെത്തലുകളോ? CAGയുടെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള പരാമർശങ്ങളാണ് CAG എഴുതുന്നത്. ലെജിസ്ലേച്ചറിൽ പ്ലേസ് ചെയ്ത് ചർച്ച ചെയ്യാനാ. ലെജിസ്ലേച്ചർ കൊണ്ടുപോയി തള്ളി. ഇതിന്റെ ബാധ്യതപ്പെട്ട സ്ഥാപനം റിസർവ് ബാങ്ക് എന്ന് പറയുന്നത് ലെജിസ്ലേച്ചർ കൊണ്ട് തള്ളിയത് താങ്കളൊക്കെ പ്രമേയം അവതരിപ്പിച്ചതുകൊണ്ടാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് അതുകൊണ്ട് CAGയുടെ ഫൈൻഡിങ്സ് എങ്ങനെയാണ് ഇല്ലാതാകുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. മോഡിയുടെ കാലം എന്ന് പറയുന്നത് സകല ഭരണഘടനാ സ്ഥാപനങ്ങളെയും തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അങ്ങനെ കേരള സർക്കാരിനെതിരായിട്ട് CAG വെച്ച് ഒരു ഏർപ്പാടുണ്ടാക്കി അത് ഇന്ന് കേരള സർക്കാരിൻ്റെ ധനപ്രതിസന്ധിയിലേക്ക് വരെ വലിച്ചു നീട്ടിക്കൊണ്ടിരിക്കുന്ന വലിയൊരു പരിപാടിയാണ്. അതിനു വേണ്ടി വെച്ച റിപ്പോർട്ടാണ്. ഞങ്ങളും കണ്ടു. CAG റിപ്പോർട്ട് അവസാന വാക്കല്ല, അത് നിയമസഭ വെച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കാനുള്ള നിയമസഭയെ കൊണ്ടേ തള്ളി. എൻ്റെ പ്രശ്നം ഇത്രേ ഉള്ളൂ, നിയമവിരുദ്ധമല്ല എന്ന് റിസർവ് ബാങ്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാനെന്താ ഇപ്പഴാ അവിടെ പറഞ്ഞു? അതെങ്ങനെയാണ് ഡോക്ടർ ഐസക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലെ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ പ്രാഥമിക അന്വേഷണത്തിന് വേണ്ടിയുള്ള അവരുടെ നീക്കങ്ങളെ ദുർബലപ്പെടുത്തുന്ന രീതിയിൽ താങ്കളെ പ്രതികരിക്കാൻ പ്രാപ്തനാക്കുന്നതാണ്? അന്വേഷണം 2 വർഷം, എത്ര നിഷ്കളങ്കമായിട്ടുള്ള ഗോപി ചോദ്യങ്ങൾ ചോദിക്കുന്നത്. 2 വർഷം എങ്ങനെയൊക്കെ ഒരു ധനകാര്യ സ്ഥാപനത്തെ റെയ്ഡ് ചെയ്യാം? അതിലെ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ വിളിച്ചു കൊണ്ടുവന്നിട്ട് 8-10 പ്രാവശ്യം. ഇനി അതും കൂടി പറഞ്ഞേക്കാം, ഒരു വനിതാ ഉദ്യോഗസ്ഥയോട് അപമര്യാദയായിട്ട് വർത്താനം പറയാ. ഇതൊക്കെ ഉണ്ട്. പരാതി കൊടുത്തില്ലെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഇത് നടന്ന സംഭവങ്ങളാ. അങ്ങനെ ഇത്രയും നാള് കഴിഞ്ഞിട്ട് എന്താ നിയമലംഘനം എന്ന് പറയാതെ ഇനിയും ഞങ്ങൾ പ്രിലിമിനറി എൻക്വയറി 2 വർഷക്കാലം മനുഷ്യന്മാർക്ക് അവർക്കുള്ള ചില നിയമാവകാശങ്ങളുള്ള പോലെ തന്നെ പൗരന്മാർക്കും അവകാശമുണ്ട്. ഏതായാലും അയച്ച 2 സമൻസും പിൻവലിക്കേണ്ടി വന്നു. ഇനിയിപ്പോൾ 3ാമത്തെ സമൻസ് വന്നു. ഞാൻ പറഞ്ഞു, നേരത്തെ ആവശ്യപ്പെട്ട ചില കാര്യങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നില്ല, ശരി തന്നെ. പക്ഷേ നിയമലംഘനം എന്തെന്ന് പറയാത്തിടത്തോളം കാലം നിങ്ങൾ കോടതിയുടെ വിധിയുടെ അന്തസ്സത്തെ ചോദ്യം ചെയ്യണം. ഇനിയും ഇത് തുടർന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ചാർജ് എന്ന് പറയാതെ വിളിപ്പിക്കാൻ പോവുകയാണെങ്കിൽ ഞാൻ കോടതിയിൽ പോകും. കോടതി തീരുമാനിച്ചോട്ടെ. അല്ല, ആ സാഹചര്യം ഇപ്പോൾ കഴിഞ്ഞില്ലേ? കോടതി അത് ക്ലിയർ ആക്കി കഴിഞ്ഞില്ല. പോയപ്പോൾ കോടതി എന്താ പറഞ്ഞത്? കോടതിയുടെ പ്രാഥമികമായ അന്വേഷണത്തെ നിങ്ങൾ എന്തിനാണ് ഭയക്കുന്നത്? പ്രാഥമികമായ അന്വേഷണം മാത്രമേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിയമപരമായ നിലനിൽപ്പിനെ സാധൂകരിക്കുന്ന സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ട്. അതിന്റെ തൊട്ടു പിന്നാലെ ഹൈക്കോടതി ഈ പ്രാഥമിക അന്വേഷണവുമായി മുന്നോട്ട് പോകട്ടെ എന്ന് പറയുന്നപ്പോൾ ഡോക്ടർ ഐസക് പറയുന്നു, ഞാൻ വീണ്ടും പരിരക്ഷയ്ക്ക് വേണ്ടി കോടതിയെ സമീപിക്കുമെന്ന്. How it is going to work? കാരണം ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയുണ്ട്. ആ വിധി പ്രകാരം റോവിംഗ് എൻക്വയറി പറ്റില്ല. കൃത്യമായ ചാർജിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് അന്വേഷിക്കാം. ഇപ്പോഴും ചാർജ് പറയുന്നില്ല, ഞങ്ങൾ പ്രിലിമിനറി എൻക്വയറി നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ അത് കോടതി വിധിയുടെ അന്തസ്സത്തെക്കെതിരാണ്. ഇപ്പോൾ സിംഗിൾ ബെഞ്ച് അദ്ദേഹം എന്താ പറഞ്ഞത്? അപ്പോൾ കിഫ്ബിയുടെ മറുപടി ഇതാ ഇത്തരം പ്രാവശ്യം വിളിപ്പിച്ചിട്ടുണ്ട്, ഒരു കാര്യമില്ല, വീണ്ടും വിളിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കോടതിയുടെ മറുപടി, യു മേ റെസ്പോണ്ട് ഇൻ അപ്രോപ്രിയേറ്റ് മാനർ. മറുപടി കൂടിയുണ്ട്. അവർ പറഞ്ഞത് 100-ലധികം ആളുകളെ ഞങ്ങൾ ഈ ഫെമ വയലേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, ആർക്കും ഒരു പരാതിയുമില്ല, കിഫ്ബിക്ക് മാത്രമേ പരാതി പറഞ്ഞിട്ടുണ്ട്. സ്വല്പം നട്ടല് വേണം എന്നിട്ടൊന്ന് പറയാനായിട്ട്. നിന്നെ കണ്ടാലൊന്നും പേടിക്കത്തില്ല, വരട്ടാൻ നോക്കണ്ട എന്ന് പറയണമെങ്കിൽ സ്വല്പം നട്ടല്. ശരി, ഞാൻ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് വരാം. അതായത് താങ്കൾ പറഞ്ഞത് താങ്കൾ ഒരു കൂട്ടുത്തരവാദിത്വത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്തത്. അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ 17 പേരുണ്ട്. അതിലെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്, വൈസ് ചെയർമാൻ താങ്കളാണ്, പിന്നീട് മറ്റംഗങ്ങളുമുണ്ട്. അങ്ങനെ കൂട്ടായ ആലോചനയിൽ നിന്നുണ്ടായതാണ്. അതുകൊണ്ട് ഇതിനൊരു കൂട്ടുത്തരവാദിത്വം ഉണ്ടെന്നാണ് താങ്കൾ ഉദ്ദേശിച്ചത്. മുഖ്യമന്ത്രിക്കടക്കം ഈ തീരുമാനത്തിൽ ഉത്തരവാദിത്വം ഉണ്ട് എന്നാണോ? ഇല്ല, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അതൊരു ബോർഡ് ഡിസിഷനാണ്, ബോർഡ് കൗൺസിലിന്റെ അടിസ്ഥാനം ചെയ്യുന്നതാണ്. ഇന്ന് ഞാൻ എക്സ് ഒഫീഷ്യൽ സ്ഥാനത്തില്ല, അതുകൊണ്ട് ഇതിന്റെ രേഖയുടെ ഒന്നും കസ്റ്റോഡിയൻ ഞാനല്ല. ബോർഡിന്റെ തീരുമാനമാണെന്ന് ആര് ചെയർമാനായാലും ബോർഡിന്റെ തീരുമാനമല്ലേ, അല്ലാതെ മന്ത്രി വ്യക്തിപരമായി എടുക്കുന്നുണ്ടോ? CMന്റെ കാര്യത്തിലും എക്സ് ഒഫീഷ്യൽ പൊസിഷനാ, ഈസ് നോട്ട് പേഴ്സണലി ലയബിൾ. അവിടെ ബോർഡിന്റെ തീരുമാനം സംയുക്തമായി എടുത്തിരിക്കുന്നു. ധനമന്ത്രിയും മുഖ്യമന്ത്രിയും
എക്സ് ഒഫീഷ്യോ നിലയിലാണ് ആ ബോർഡിൽ അംഗങ്ങളായും പദവി സ്വീകരിക്കുകയും ചെയ്തു. ഡോക്ടർ ഐസക്, എന്റെ ചോദ്യം, ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഏതെങ്കിലും ഒരു അഴിമതി ആരോപണം നേരിടേണ്ടി വന്നാൽ അദ്ദേഹത്തിന് ഭരണം നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും അന്വേഷണത്തോട് അദ്ദേഹത്തിന് സഹകരിക്കേണ്ട ബാധ്യതയില്ലേ എന്നാണ്. ഇത് അദ്ദേഹം പേഴ്സണലായിട്ട് എടുക്കുന്ന ഡിസിഷന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അദ്ദേഹം മറുപടി പറയണം. ഇതിവിടെ എടുക്കുന്ന തീരുമാനം ഒരു ബോർഡിൻ്റെതാണ്. ആ ബോർഡിന്റെ കൂട്ടുത്തരവാദിത്വം. ആ കൂട്ടുത്തരവാദിത്വത്തിൽ മുഖ്യമന്ത്രി കൂടി ഉൾപ്പെടുന്നുണ്ട് എന്നാണല്ലോ താങ്കൾ പറഞ്ഞത്. ഞാനും ഉൾപ്പെടുന്നുണ്ട്, താങ്കളും മുഖ്യമന്ത്രി ഉൾപ്പെടുന്നുണ്ട്, എല്ലാവരും ഉൾപ്പെടുന്നുണ്ട്. എന്ത് സംശയമെന്ന് ബോർഡിന്റെ തീരുമാനമല്ലേ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിയമാനുസൃതമുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി, ഈ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുടെ അധികാരം ഡിവിഷൻ ബെഞ്ച് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത് ലംഘിക്കുന്നു. നിങ്ങൾ പറഞ്ഞ സുപ്രീം കോടതി വിധിയില്ലേ, അതെ, എന്തിനെ കുറിച്ചാ? ഫെമയെ കുറിച്ചല്ല, അല്ല, PMLA കുറിച്ചാണ്. ഇത് ഫെമയാണ്. അവർ നമ്പർ മാറ്റി മറ്റത് ഇട്ടിരുന്നെങ്കിൽ ഈ പറഞ്ഞതൊക്കെ ബാധകം. താങ്കൾ ഈ രേഖകൾ കൊടുക്കാൻ താങ്കളുടെ കൈവശമില്ല, കാരണം താങ്കൾ ഇപ്പോൾ ആ പദവിയിലില്ല എന്നതാണ്. രേഖകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടിട്ടല്ലോ, എന്തുകൊണ്ടാണ് താങ്കൾ അതിനോട് സഹകരിക്കാത്തത്? ഞാൻ സഹകരിക്കുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്ത് ചാർജിന്റെ പുറത്ത് എന്നെ പിടിച്ച് അന്വേഷിക്കണേ? ഐ ഹാവ് മൈ റൈറ്റ്സ് ചെയ്യാം. അത് കോടതി അംഗീകരിച്ചതാ. ഇനി കോടതി പറയണ് നിങ്ങൾ ചെന്ന് കൊടുക്കുമ്പോഴും കൊടുക്കും പോവും. പക്ഷെ കോടതി എനിക്ക് എൻ്റെ റൈറ്റ് തീർത്തിട്ട് അത് ഇടിയുടെ മുമ്പിൽ നിന്ന് അടിയോറക്കാനില്ല. അല്ല, ചാർജ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ ഐസക്, ഫെമ വയലേഷൻ ഉണ്ടോ എന്നതും ഈ പണവിനിയോഗത്തിൽ എന്തെങ്കിലും കൃത്രിമത്വം നടന്നിട്ടുണ്ടോ എന്നതും അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു അന്വേഷണ ഏജൻസി, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി. അതിന് അവർക്ക് പറയാൻ ഒരു കാരണമുണ്ട്. CAG റിപ്പോർട്ട് ഉണ്ട്, അതിന്റെ അടിസ്ഥാനത്തിൽ അവർ അന്വേഷിക്കുന്നു. പക്ഷെ താങ്കൾ പറയുന്നത് ചാർജ് ഇല്ല എന്നുള്ളതാണ്. ചാർജ് ഉണ്ട് ഇൻ എ വേ. ഇവർക്ക് സകല രേഖകളും കൊടുത്തിട്ടുണ്ട്. കിഫ്ബിന്ന് വിശദമായിട്ടുള്ള അഫിഡവിറ്റുകളും സ്റ്റേറ്റ്മെന്റ്സും കൊടുത്തിട്ടുണ്ട്. അതിനടിസ്ഥാനത്തിൽ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു ചാർജ് ഇനിയിപ്പോൾ എന്നോട് വെർബലായിട്ട് ചോദിച്ചാൽ കിട്ടുമെന്ന് കരുതുന്നുണ്ടോ? അതായത് ഇനി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഈ സമൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ താങ്കൾക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ, താങ്കൾ പോവുകയോ അവർക്ക് ഈ വിവരങ്ങൾ കൈമാറുകയോ ചെയ്യില്ല. അല്ലെങ്കിൽ കോടതി പറഞ്ഞാൽ പോകും, യാതൊരു സംശയമില്ല. കോടതി ഇന്ന് നിങ്ങൾ ഇന്ത കുറ്റം ചെയ്തിട്ടുണ്ട്, ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനാണ്, പോകാൻ ബാധ്യസ്ഥരാണ്. കുറ്റമുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി വിളിപ്പിച്ചു കഴിഞ്ഞാൽ അത് വേറെ. അതെൻ്റെ സിറ്റിസൺ റൈറ്റ് കോടതി അംഗീകരിച്ചതാണ്. ഇതൊക്കെ ഇങ്ങനെ തർക്കിക്കണോ? ഈ കാലത്ത് ഇതിനോടൊക്കെ ഇങ്ങനെ തർക്കിക്കുന്നത് നല്ലതാണെന്ന്. എന്തൊക്കെ ചെയ്യണത് ED എന്ന് പറഞ്ഞിട്ട്? മനുഷ്യന്മാരുടെ കേസെടുക്കുക, കാല് മാറിയോ, BJP ചേർന്നു, എന്നാൽ എല്ലാ കേസും ഇല്ലാതാവുന്നു. ഇങ്ങനെയൊക്കെ നാടിനെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഈ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് ഒരു ഭാഗത്തുണ്ട്. പക്ഷേ ദേശീയ ഏജൻസി എന്ന നിലയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന ഒന്നും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അത് യാതൊരു സംശയമില്ല. പക്ഷെ ആ കോടതി ഡിവിഷൻ ബെഞ്ച് ഈ റോവിങ് എൻക്വയറി പാടില്ല. കൃത്യമായ ചാർജ് ഉണ്ടെങ്കിൽ കേസെടുത്തോ, അന്വേഷിച്ചോ. യെസ്. അല്ല, പക്ഷെ താങ്കൾ പറയുന്നത് അതല്ലല്ലോ. ഞാനിത് പറയാൻ ഉത്തരവാദിത്തപ്പെട്ട ആളല്ല എന്നാണല്ലോ. താങ്കൾ ആ ഉത്തരവാദിത്തം ഒഴിഞ്ഞു മാറുകയാണല്ലോ. എൻ്റെ അടിസ്ഥാന ഇഷ്യൂ ഇതാണ്. രണ്ടാമത്തത്, പിന്നെ ഞാൻ പറയണം, ഈ തീരുമാനങ്ങൾ എടുക്കുന്നത് എക്സ് ഒഫീഷ്യോ മെമ്പർ എന്നുള്ള നിലയിലാണ്. അത് മുഖ്യമന്ത്രിയായാലും ധനമന്ത്രിയായാലും എക്സ് ഒഫീഷ്യോ മെമ്പറാണ്. അപ്പോൾ ആ തീരുമാനം ബൈ റെസൊല്യൂഷൻ ഓഫ് ദ ബോർഡ്, മസാല ബോണ്ട് ഇറക്കുന്നത് റെസൊല്യൂഷൻ ഓഫ് ദ ബോർഡ്, അല്ലാതെ മന്ത്രി എടുക്കുന്നതല്ല. ഇപ്പോൾ തോമസ് ഐസക് മന്ത്രി ഒപ്പിട്ട് ഫയലിട്ട് എടുക്കാൻ തീരുമാനിച്ചാൽ ദാറ്റ്സ് റൈറ്റ്. അങ്ങനെയല്ല, ഇത് വ്യത്യസ്തമാണ്. ഞാനിപ്പോൾ എൻ്റെ കസ്റ്റോഡിയനും കാര്യങ്ങളും അല്ല, ഒന്നും എൻ്റെ കയ്യിലില്ല. അപ്പൊ ഈ മിനിറ്റ്സിൽ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതയാണെന്ന് താങ്കൾ പറയുമല്ലോ. അതായത് താങ്കൾ ഉന്നയിച്ച വാദമാണ് ഇതിലേക്ക് എത്തിച്ചത് അല്ലെ? രണ്ട് എതിർപ്പുകൾ ഉണ്ടായിട്ട് ഇല്ലെന്ന് മിനിറ്റ്സിൽ പറഞ്ഞു. ആദ്യം മനസ്സിലാക്കുക, ഇത് സാധാരണ നമ്മുടെ ബോർഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ പറഞ്ഞാൽ അതാ അഭിപ്രായം. എൻ്റെ അഭിപ്രായം എന്താണെന്ന് ഫിനാൻസ് സെക്രട്ടറിക്ക് അറിഞ്ഞുകൂടെന്ന് ഞങ്ങൾ പറയണേ എന്നല്ല ഞാൻ പറഞ്ഞില്ല. അവർ എതിർത്തു എന്നാണ് അവർക്കറിയാം. അതെന്ത് അങ്ങനെയാണ് ഡോക്ടർ ഐസക്? അതല്ല, അവിടെ നമുക്ക് ക്ലാരിറ്റി വരുത്താം. അതായത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഒറ്റ കാര്യമാണ്, രണ്ട് എതിർപ്പുകൾ ഉണ്ടായിരുന്നു. ഇത്ര വലിയ പലിശ നിരക്കിൽ നമ്മൾ ഇത് പുറത്തിറക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, നമ്മുടെ നാട്ടിൽ തന്നെ പോരെ എന്ന അഭിപ്രായം പറഞ്ഞ ഒരു ചീഫ് സെക്രട്ടറിയും ഒരു ധനകാര്യ സെക്രട്ടറിയും ഉണ്ടായിരുന്നു. പക്ഷെ താങ്കൾ പറഞ്ഞു പോരാ, വിദേശ വിപണിയിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു സന്ദർഭമാണിത്, ഇത് കേരളത്തിന് പിന്നീട് ഭാവിയിൽ ഗുണം ചെയ്യുമെന്നതാണ്. ഈ തുക എങ്ങനെ ചിലവഴിച്ചു, വിനിയോഗിക്കപ്പെട്ടു എന്നൊരു അന്വേഷണത്തിൽ താങ്കൾ സഹകരിക്കാൻ തയ്യാറുമല്ല. ഇത് CAG ഇതിനകത്ത് ക്രമക്കേടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇതിനകത്ത് ഒരു അവ്യക്തമായ ചിത്രമുണ്ട്, ഒരു ആബ്സ്ട്രാക്ട്
ചിത്രം ഇതിനകത്ത് കിടക്കുന്നുണ്ട്. അവിടെ അത് ക്ലാരിറ്റി വരുത്താനുള്ള ഉത്തരവാദിത്തം താങ്കൾക്കില്ലേ എന്നതാണ് മൈ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ടു യു. I am also a professional, like majority of the board members of KIFBI. ഞങ്ങളുടെ പ്രൊഫഷണൽ ജഡ്ജ്മെൻ്റ് ആണെന്ന് അതിനവിടെ ഇരിക്കുന്നത്. എന്താ എൻ്റെ ജഡ്ജ്മെൻ്റ് കാര്യം പറയുന്നത്? ഞാൻ എന്താ പറഞ്ഞത്? മറ്റുള്ളവർ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഉയർന്ന പലിശയല്ല, അതിന് കഴിഞ്ഞ പലിശയല്ല. കേരള ഗവൺമെൻറ്റിന് കിട്ടുന്ന പലിശക്ക് കേരള ഗവൺമെൻറ് സ്ഥാപനത്തിന് കിട്ടത്തില്ല. BB+ റേറ്റിംഗ് ഉള്ള ഇതുപോലുള്ള കമ്പനികൾക്ക് 10-25 കിട്ടിയിട്ടുള്ളത്. അമരാവതിക്ക് അങ്ങനെയാണ്. അതുകൊണ്ട് ഇത് അതിന് കഴിഞ്ഞ പലിശയാണെന്ന് കരുതാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞത് ഈ പലിശക്ക് ഇതെടുക്കേണ്ട പ്രാധാന്യം എന്താ? കിഫ്ബിയുടെ മൊത്തം ബോറോയിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30-40,000 ക്രോഡ്സ് റുപ്പീസ്, ബാക്കി സംസ്ഥാന സർക്കാരിൻ്റെ അനുകൂലം. ഇത്രയും വലിയ തുക നമ്മുടെ മണി മാർക്കറ്റിൽ ഇറങ്ങി എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ക്രെഡിബിലിറ്റി നേടണം. ഈ മസാല ബോണ്ട് അന്തർദേശീയ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി എടുക്കുന്നതിന് ഒരു സങ്കീർണമായിട്ടുള്ള പ്രക്രിയയാണ്. ആ പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞ് കിഫ്ബി എടുക്കാൻ പോകുന്നത് കിഫ്ബിക്ക് നൽകുന്ന ഒരു ക്രെഡിബിലിറ്റി വളരെ വലുതാണ്. നമ്മുടെ മണി മാർക്കറ്റ് ഇത്രയും വലിയ വായ്പ എടുക്കാനുള്ള ഓപ്പറേഷൻസ് സഹായിക്കും. അത് പ്രൊഫഷണൽ ജഡ്ജ്മെന്റ് ആണെന്ന് യു സ്റ്റാൻഡ് ബൈ ദാറ്റ്. അവരുടെ ജഡ്ജ്മെന്റിനോട് യോജിപ്പില്ല. അല്ല, യു സ്റ്റാൻഡ് ബൈ ദാറ്റ് അല്ലേ? അബ്സല്യൂട്ട്ലി. പക്ഷെ എന്നിട്ട് ആ കിഫ്ബി നമ്മളെ കൊണ്ടുചെന്ന് എത്തിച്ചത് എവിടെയാണ് ഡോക്ടർ ടി എം തോമസ് ഐസക്? ഒരു കിഫ്ബി കൊണ്ടുവന്ന് എത്തിച്ചത് കേരളത്തിലെ സകല സ്കൂളുകളും നല്ല കെട്ടിടങ്ങളായി, കേരളത്തിലെ എല്ലാ താലൂക്ക് ആശുപത്രിക്കും പുതിയ കെട്ടിടങ്ങളായി, കേരളത്തിലെ മുഴുവൻ മെഡിക്കൽ കോളേജുകൾക്കും പുതിയ കെട്ടിടങ്ങളായി. നമ്മുടെ ദേശീയപാതക്ക് 5,000 കോടി കൊടുത്തുകൊണ്ട് പണിയുന്നു. 60,000 കോടി രൂപയുടെ ദേശീയപാത കിഫ്ബി ഇല്ലെങ്കിൽ ഇല്ല കേട്ടോ. കേരളത്തിലെ മുഴുവൻ റെയിൽവേ ക്രോസിങ്ങുകളും വരെയാണ്. ദേശീയപാതയിലും സംസ്ഥാന മേജർ റോഡിലും ഓവർബ്രിഡ്ജ് വരെയാണ്. പാലങ്ങൾ എത്ര? നമ്മുടെ ട്രാൻസ്മിഷൻ ലൈൻ 540 kV 16,000 കോടിയുടെ വരുന്നുണ്ടെന്ന്. നമ്മുടെ എല്ലാ വീട്ടിലും ഇൻ്റർനെറ്റ് വരെയാണെന്ന്. ഇതൊന്ന് പ്രവർത്തിപ്പിക്കാൻ വിധിക്കൂ. ആ കോവിഡ് ഇല്ലായിരുന്നെങ്കിലുണ്ടല്ല കേരളത്തിന് മുഖച്ചായി എന്ന് മാറിയാണ്. അപ്പോൾ ഇതിനെ ഇങ്ങനെ കേരളം നന്നാവണ്ടെന്ന് വാശിയ കേന്ദ്രത്തിന്. താങ്കൾ കിഫ്ബി എത്തിച്ച കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, കിഫ്ബി കാരണമല്ലേ കേരളത്തിന് കടമെടുപ്പ് പരിധി വെട്ടിച്ചുരുക്കിയത്? പുറത്തുനിന്ന്, ബജറ്റിന് പുറത്തു നിന്നുമുള്ള ഓഫ് ബജറ്റ് ബോറോയിങ് നമ്മൾ എവിടെ ചെന്ന് എത്തിച്ചു? ഇന്ന് നമ്മുടെ ധനമന്ത്രി പറയുന്നു, ഇതിനു മുൻപുള്ള ഒരു ധനകാര്യമന്ത്രിമാരും നേരിട്ടിട്ടില്ലാത്ത ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഞാൻ നേരിടുന്നുണ്ട്, സംസ്ഥാനം നേരിടുന്നുണ്ടെന്ന്. അപ്പോൾ ആരാണ് ഡോക്ടർ ടി എം തോമസ് ഐസക് അതിൻ്റെ ഉത്തരവാദി? അത് ശരി, ഇതൊക്കെ ചെയ്ത കിഫ്ബിയാണെന്ന് പറയണേ. അല്ല, ഇതെല്ലാം ചെയ്ത് കണ്ടപ്പോൾ അങ്ങനെ കേരളം നന്നാവുണ്ടെന്ന് പറഞ്ഞിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കിയ കേന്ദ്രവും ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ഇതിലായിട്ട് പറഞ്ഞിട്ടില്ല. 3% മോളിൽ പോകും. ഇതെടുത്തു കഴിഞ്ഞാൽ കേന്ദ്രത്തിൻ്റെ ഈ വർഷത്തെ ഫിസിക്കൽ ഡെഫിസിറ്റ് എത്രയെന്നറിയാം? 5.9%. സംസ്ഥാനങ്ങളുടെ എത്രയാ? 2.8 വരില്ല. ഒന്ന്, ഇന്ന് വരെ ഇത് കിഫ്ബിയുടെ ഇഷ്യൂ വരുന്ന വരെ ഒരിക്കലെങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ധനക്കമ്മിപ്പെടുത്തിയിട്ടുണ്ടോ? കേന്ദ്ര സർക്കാരിൻ്റെ ഇന്നത്തെ ധനക്കമ്മിയിൽ അവരുടെ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് പെടുത്തുന്നുണ്ടോ? ഇല്ല. 2019-20 ഫിനാൻസ് സംബന്ധിച്ച റിപ്പോർട്ടിലല്ലേ കേരളത്തിന്റെ പ്രശ്നം CNAG എടുത്തത്? അതെ. ഈ 19-20 തന്നെ കേന്ദ്രത്തിന്റെ റിപ്പോർട്ടുണ്ട് ഫിനാൻസിനെ കുറിച്ച്. 6 ലക്ഷം കോടി രൂപയാണ് കേട്ടോ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്. CNAG തെറ്റ് കണ്ടുപിടിച്ചിട്ടുള്ള കണക്കി പറഞ്ഞില്ലെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അത് ധനക്കമ്മി ഉൾപ്പെടുത്തുന്ന വാദമില്ല. ഈ ഇരട്ടത്താപ്പ് എന്താ? ലാസ്റ്റ്ലി പോട്ടെ, കേന്ദ്രമാണ്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള നിയമം ഉണ്ടാക്കിക്കോ. എങ്ങനെ മുൻകാല പ്രാബല്യം നൽകണമെന്ന് 2020-21 ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ നിയമം മാറ്റി. എന്നിട്ട് 2016 മുതലെടുത്ത വായ്പ വെട്ടിക്കുറക്കണം എന്ന് പറയുന്നത് എന്ത് ന്യായമെന്ന്? ഇത് മനഃപൂർവ്വം ഈ 2021-22 ഒരു ധനപ്രശ്നത്തിൻ്റെ വർഷമായിരിക്കും എന്നറിയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ GST കോമ്പൻസേഷൻ ND ചെയ്യണം. നമുക്ക് കിട്ടുന്ന റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റ് കുറയുന്നല്ല, ഇല്ലാതാവുകയാണ്. അപ്പോൾ സാമ്പത്തികമായ ഞെരുക്കം വരും. ആ വർഷം കണ്ട് തലക്ക റെഡിയ 16 മുതലെടുത്ത വായ്പ ഞങ്ങൾ വെട്ടിക്കുറക്കാൻ പോയിടുന്നു.
43,000 കോടി രൂപയാണ് കേരള സർക്കാർ വായ്പ എടുക്കാൻ വെച്ചത് 2021-22. 2022-23 എടുത്തത് 20,000 കോടി രൂപയുടെ വായ്പയാണ്. സംസ്ഥാനം തന്നെ പ്രതിസന്ധിയിലാവാതിരിക്കുന്നത് എങ്ങനെ? ഈ GST കേന്ദ്രത്തെ പറയുന്ന ഈ തെമ്മാടിത്തം കാണിക്കുന്ന കേന്ദ്രം GST കോമ്പൻസേഷന്റെ സമയം അവസാനിക്കുന്നുവെന്ന് ഡോക്ടർ ഐസക് താങ്കൾ പറയുമ്പോൾ താങ്കളെ എത്രയോ ധനകാര്യ വിദഗ്ധർ താങ്കൾ ഉപദേശിച്ചതാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് നമ്മുടെ നികുതി വരവിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. GST വരുമ്പോൾ ഇത് കേരളത്തിന് ഏറ്റവും ഗുണം ചെയ്യുന്നതാണെന്ന് ആദ്യം പറയുകയും പിന്നീട് ഒരുപക്ഷെ വലിയ പ്രതിഷേധവും പ്രതിരോധവും ഒക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഉണ്ടാകാൻ ഇടയുള്ളപ്പോൾ അതുപോലെ നിന്നു പോയത് ഡോക്ടർ TM തോമസ് ഐസക് ഉത്സാഹപൂർവ്വം അതിനെ സ്വീകരിച്ചപ്പോഴാണ്. അങ്ങനെയല്ല. യു മേഡ് എ വെൽക്കമിംഗ് സ്റ്റേറ്റ്മെന്റ്. ഞാൻ മന്ത്രിയാകുമ്പോഴേക്കേ GST ലോക്സഭ പാസ്സാക്കി കഴിഞ്ഞിരുന്നു. അതാണ് അപ്പോഴേ ഞാൻ മന്ത്രിയാണ്. അപ്പൊ പിന്നെ ഇതിനെതിരെ കുരിശുദ്ധം പിടിച്ചു നടക്കാനാ? അല്ല, അന്ന് സംസ്ഥാനങ്ങളുടെ അഭിപ്രായങ്ങൾ ചോദിച്ചിരുന്നു, ഇല്ല ഉണ്ടായിരുന്നു. ആ യോഗത്തിൽ നമ്മൾ എടുത്ത നിലപാട് എന്താ? അപ്പോ ആ നിയമം കേരള സംസ്ഥാനത്തിന് എത്രമാത്രം ഗുണകരമാക്കാം കളക്റ്റീവ് ബാർഗൈനിങ്ങിലൂടെ, അതിനെ നോക്കുന്നത് കോൺഗ്രസിന് അനുകൂലമാണ്. പിന്നെ ഞാൻ ഒറ്റക്ക് നിന്നിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ നമ്മുടെ സംസ്ഥാനത്തിന് ഇതിന് എന്ത് ഗുണം കിട്ടുമോ അത് മേടിക്കാൻ നോക്കിയിട്ടുണ്ട്. താങ്കളുടെ വാദം GST കോമ്പൻസേഷൻ നമുക്ക് കിട്ടുമെന്നുള്ളതായിരുന്നു. അത് 5 വർഷത്തേക്കാണെന്നുള്ളതും അത് കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്നും മുന്നറിയിപ്പുണ്ടായിരുന്നു. പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചില്ല. 2022-23 സംസ്ഥാനത്തിന് സാമ്പത്തിക ഞെരുക്കം വരുന്നൊരു വർഷമാണ്. കാരണം GST വളർച്ച കോമ്പൻസേഷന് പുറത്തോട്ട് പോയിട്ടില്ല. 2 കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, ഇതിൻ്റെ സംവിധാനം കൊണ്ടുവരാൻ കേന്ദ്രം വൈകി. 2, കോവിഡിൻ്റെ കാലത്തെ പ്രശ്നങ്ങളുണ്ട്. 3, റേറ്റ് വെട്ടിക്കുറച്ചു 19 ഇലക്ഷൻ വേണ്ടി. അതുകൊണ്ട് ഇത് 5 വർഷത്തിനുള്ളിൽ വരുമാനം സാധാരണഗതിയിലാകും എന്ന് പറഞ്ഞതായില്ല. കേന്ദ്രം നീട്ടിവെക്കാൻ തയ്യാറുള്ള കോമ്പൻസേഷൻ. സോ വി നോ കോമ്പൻസേഷൻ തീരുന്നു, റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് അവസാനിക്കുന്നു. അപ്പോൾ ആ വർഷം സാമ്പത്തിക ഞെരുക്കം ഉണ്ടാവുന്ന വർഷമായിരിക്കും. ആ വർഷം നോക്കി എന്താ BJP കേന്ദ്ര സർക്കാർ ചെയ്തത്? ഈ എടുത്ത വായ്പ മുൻകാല പ്രാബല്യത്തോടെ വെട്ടിക്കുറക്കാനുള്ള തീരുമാനമാണ്. അതാണ് സാമ്പത്തിക പ്രതിസന്ധി. അപ്പോൾ നിങ്ങൾ കിഫ്ബിയാണെന്ന് പറഞ്ഞാൽ എങ്ങനെ? ഈ കേന്ദ്ര സർക്കാരിൻ്റെ നീക്കമല്ലേ യഥാർത്ഥത്തിൽ ഏറ്റവും കഷ്ടമുള്ള കാര്യം. ഈ തെമ്മാടിത്തം കാണിച്ചിട്ടും, തെമ്മാടിത്തം എന്ന് ഞാൻ വിളിക്കുക, മുൻകാല പ്രാബല്യത്തോടെ വെട്ടിക്കുറക്കുക. ഇവിടെ പെൻഷൻ കമ്പനി ഉണ്ടാക്കി 12,000 കോടി രൂപ വായ്പ എടുത്ത് അതിൽ 8,000 കോടി രൂപ തിരിച്ചു കൊടുത്ത് ബാക്കി 4,000 അല്ല 12,000 കോടി കുറക്കുമെന്ന് പറയുന്ന കേന്ദ്ര സർക്കാർ, അതിനെ ന്യായീകരിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ഈ നാട്ടിലെ അറിയാധികം മാധ്യമങ്ങൾ വന്നു. എന്തോ ശ്രീലങ്ക പോയിട്ട് കേരളം മാറാൻ പോവുകയാണ്, കേരളം ഭയങ്കര കടക്കണിയിൽ പോയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഈ നാട്ടിലെ മനുഷ്യന്മാരെ നിരായുധരാക്കി. അതുകൊണ്ട് ഈ അതിന് ചില കാരണങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ കിഫ്ബിയിലൂടെ വരുന്ന നമ്മൾ ഉദ്ദേശിക്കുന്ന താങ്കൾ പറഞ്ഞതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, അതിന് തൊട്ടു പിന്നാലെ കേരളത്തിലേക്ക് വരാൻ പോകുന്ന വലിയ വികസന സാധ്യതകൾ, ഇതായിരുന്നല്ലോ നമ്മൾ മുന്നോട്ട് വെച്ച ഒരു കേരള മോഡൽ. അവിടെ അതിന് പരിക്ക് പറ്റുന്ന തരത്തിലേക്ക് മാറുന്നു. ഇപ്പോൾ കിഫ്ബിയിലൂടെ വന്ന പണം അത് നമ്മുടെ വായ്പാ പരിധി കുറച്ചതാണ് യഥാർത്ഥത്തിൽ കേരളത്തെ പ്രതിസന്ധിയിലാക്കിയതെന്ന് ധനകാര്യമന്ത്രി നാഴികയ്ക്ക് 40 വട്ടം പറയുന്നു. അപ്പോൾ ആരാണ് ഈ പ്രതിസന്ധിക്ക് ഉത്തരവാദി എന്ന് ചോദിക്കുമ്പോൾ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നതിൽ ഒന്നാം പ്രതി ഡോക്ടർ തോമസ് ഐസക് ആണെന്ന്. അത് പ്രശ്നമില്ല, പ്രതിപക്ഷത്തിൻ്റെ ചുമതല ആരെങ്കിലും കുറ്റപ്പെടുത്താമെന്നുള്ളത്. പക്ഷേ നിങ്ങൾ പറയൂ, കേന്ദ്ര സർക്കാർ സ്വയം നൽകുന്ന ആനുകൂല്യം കേരളത്തിൽ നൽകിയാൽ ഈ പ്രതിസന്ധി ഉണ്ടോ? സിമ്പിൾ. ഇത് സംസ്ഥാനത്തിൻ്റെ അവകാശമാണെന്ന് ഇങ്ങനെ വായ്പ എടുക്കുന്നത്. ഞങ്ങൾ കോടതിയിൽ പോയിട്ടുണ്ട്, സുപ്രീം കോടതി പറയട്ടെ, ഫൈറ്റ് വരട്ടെ. അപ്പോൾ കേന്ദ്ര സർക്കാർ മനഃപൂർവ്വം കേരളം ഇങ്ങനെ അങ്ങ് നന്നാവണ്ട എന്ന് പറഞ്ഞ് ഒരു ഉപരോധം തന്നെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഉപരോധം ഏർപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഇടതുമുന്നണിയുടെ ഭാഗത്തുനിന്നും CPM-ന്റെ ഭാഗത്തുനിന്നും വിശേഷിച്ചും ഒരു വലിയ പ്രതിഷേധവും പ്രതിരോധവും ഉണ്ടാകേണ്ടതാണ്. അങ്ങനെയാണ് ഈ അടുത്ത ഫെബ്രുവരി 8-ാം തീയതി ഡൽഹിയിൽ ഒരു പ്രതിരോധ മാർച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ ചേർന്ന് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ അത് പെട്ടെന്ന് അത് ഭരണഘടനാ സംരക്ഷണ സമ്മേളനമായി മാറി. ഇത് കേന്ദ്രത്തോടുള്ള ഒരു ഒത്തുതീർപ്പ് സമീപനത്തിന്റെ ഭാഗമാണ് എന്ന ആക്ഷേപമുണ്ടായി. ഡോക്ടർ TM തോമസ് ഐസക് ഇതിനെ എങ്ങനെ കാണുന്നു? മന്ത്രിമാരും എംഎൽഎമാരും പോണത് സമരം ചെയ്യാനാ. പക്ഷെ നമ്മൾ ചെയ്യാൻ പോണ സമരത്തിന് ബാക്കിയുള്ളവരൊക്കെ വിളിക്കണ എങ്ങനെയാ? അപ്പൊ അതിക്ക് മുമ്പ് ഇതിന്റെ ഉദ്ഘാടന സമ്മേളനം ഉണ്ടാവും. ആ സമ്മേളനത്തിന് ധരിക്കുന്ന പേര് ഇതാണ്, അതിലാണ് ഇവരൊക്കെ സംസാരിക്കുക.
അതിനുശേഷം അല്ലാതെ പിന്നീട് അത് അല്ല, ഇതൊരു അപ്പൊ ഉപരോധ സമരം തന്നെയാണ്. ഞങ്ങളുടെ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ വന്നോന്നല്ല പറയണേ, ഞങ്ങൾ പോണ സമരം ചെയ്യാനാ. അതിൻ്റെ ഉദ്ഘാടനത്തിന് യെസ് അങ്ങനെ ഒരു സമ്മേളനം നടക്കുന്നു, ആ സമ്മേളനത്തിലേക്ക് ഇവരൊക്കെ ക്ഷണിക്കുന്നു. അതാണ് സംഭവിച്ചത്. സമരം മാറ്റിയിട്ടൊന്നുമില്ല കേട്ടോ. സമരം മാറ്റിയിട്ടില്ല, അത് ഉറപ്പാണ്. ഉറപ്പ്. ഗവർണറും സർക്കാരും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്ന് ഡോക്ടർ ടി എം തോമസ് ഐസക് കരുതുന്നുണ്ടോ? നിയമസഭയിൽ നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ദൈർഘ്യം വെറും 78 സെക്കൻഡ് ആയിരുന്നു. അത് ഈ സർക്കാരിനോടും മുഖ്യമന്ത്രിയോടുമുള്ള ഗവർണറുടെ അതൃപ്തി പ്രകടമാക്കുന്നതായിരുന്നു, അദ്ദേഹത്തിന്റെ പെരുമാറ്റമെല്ലാം എന്ന് നമുക്കറിയാം. താങ്കൾ ഇത് ഈ സർക്കാരിനോടുള്ള ഗവർണറുടെ വിയോജിപ്പായി, അദ്ദേഹത്തിന്റെ വിമർശനമായി താങ്കൾ കാണുന്നുണ്ടോ? സർക്കാരിനോടുള്ള വിയോജിപ്പ് മാത്രമല്ല, ആ നിയമസഭയോടുള്ള അവഹേളനമല്ലേ എന്ന്. ഗവർണർ നിയമസഭയിൽ വരുമ്പോൾ എല്ലാവരോടും കൈകുപ്പി വണങ്ങി, അങ്ങനെയല്ലാതെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇതൊരാളോടും ചിരിക്കുക പോലും ചെയ്യാതെ, അഭിവാദ്യം ചെയ്യാതെ കയറുന്നു, ഒരു വാചകം വായിക്കുന്നു, ഇറങ്ങിപ്പോകുന്നു. ഇത് നിയമസഭയോടുള്ള അവഹേളനമാണ്. ഈ ഒരു നിലവാരത്തിലേക്ക് ഇദ്ദേഹം താണുകൊണ്ടിരിക്കുകയാണ്. ഒരു സംശയം വേണ്ട, ഈ BJP സൃഷ്ടിച്ചിട്ടുള്ള പുത്തൻ തലമുറ ഗവർണർമാരുടെ ഉത്തമ പ്രതിയായിട്ട് അദ്ദേഹം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതായത് സർക്കാരിനോടും മുഖ്യമന്ത്രിയോടും ഒക്കെയുള്ള അദ്ദേഹത്തിന്റെ അമർഷവും അതൃപ്തിയും വിയോജിപ്പും ഒന്നും മാറിയിട്ടില്ല എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? അതെ, ഒന്നും മാറിയിട്ടൊന്നുമില്ല. ഭരണഘടനാപരമായ ബാധ്യത അദ്ദേഹം നിറവേറ്റിയിട്ടുണ്ട്. അദ്ദേഹം വായിച്ചില്ലെന്ന് പറഞ്ഞിട്ട് ഇനി വേറെ ക്രൈസിസ് ഉണ്ടാക്കണം. അദ്ദേഹം ഭരണഘടനാപരമായിട്ടുള്ള ബാധ്യത നിറവേറ്റിയിട്ടുണ്ട്. പ്രസംഗം ഇങ്ങനെയും വായിക്കാം, പക്ഷേ ഇത് നാട്ടിടപ്പില്ലാത്ത രീതിയാണ്. അദ്ദേഹം അനാദരവാണ് നിയമസഭയോട് കാണിച്ചിട്ടുള്ളത്. ഇവിടെ അദ്ദേഹത്തെ ഒന്ന് മയപ്പെടുത്താനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം, നീക്കം നടന്നിരിക്കാം. പറയേണ്ട രീതി എനിക്ക് അറിഞ്ഞോളൂ. ഞാൻ വായിച്ചിട്ടില്ല ഈ നയപ്രസംഗമേ, ഞാൻ വായിച്ചിട്ടില്ല. വായിക്കാതെ ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനും പറ്റത്തില്ല. ഇതിലൊരു ഭിന്നതയില്ല കേട്ടോ. അവിടെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവിടെ ഭരണഘടന കടമ നിർവഹിച്ചിട്ടുണ്ട്, ഇത്രയും മതി, ആയിട്ടുണ്ട്. ബാക്കി നമ്മുടെ ബിസിനസ് നമുക്ക് നടത്താം. പക്ഷെ പുറത്തിരിക്കുന്ന ഞങ്ങൾ പറയും കേട്ടോ, അല്ലത് വിട്ടുവീഴ്ചയൊന്നുമില്ല, ഇത് മോശം പെരുമാറ്റം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം എവിടെ നടക്കുമ്പോഴും BJP ഇതര സംസ്ഥാനങ്ങളിൽ നടക്കുമ്പോൾ പ്രത്യേകിച്ചും ഒരു പൊളിറ്റിക്കൽ കോൺഫ്രണ്ടേഷനിലേക്ക് കാര്യങ്ങൾ എത്താറുണ്ട്. കേരളത്തിലും അത് തന്നെ സംഭവിച്ചു. കിഫ്ബിയുടെ കാര്യത്തിൽ താങ്കളുടെ നിലപാടും അത് തന്നെയാണ്. പക്ഷേ കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ G. സുധാകരനെ പോലെ ആ വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിയായിരുന്ന ആൾ തന്നെ പറയുന്നു, തട്ടിപ്പ് നടന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല, ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കട്ടെ എന്നാണ്. ഡോക്ടർ ടി എം തോമസ് ഐസക്കിനും അതേ അഭിപ്രായമാണ് ഉള്ളത്. ED അന്വേഷിക്കട്ടെ. തട്ടിപ്പ് നടന്നിട്ടുണ്ട്, അത് യാഥാർത്ഥ്യമാണ്. അതിലെ പ്രതികളെ ശിക്ഷിക്കാൻ വേണം. അതിന് ഞാൻ ED ഒന്നും വിളിച്ചു കൊണ്ടിരുത്തില്ല. കാരണം BJPയുടെ രാഷ്ട്രീയ ഉപകരണമാണെന്ന് ED എന്ന് പറയുന്നത്. അതുകൊണ്ട് അവിടെ വെച്ച് നിർത്തത്തില്ല. ഇനി ഏതെല്ലാം CPM-കാരനെ ഉൾപ്പെടുത്താം, ബന്ധിപ്പിക്കാം. ഈ ജില്ലാ സെക്രട്ടറി അല്ല, അപ്പുറത്തെ ജില്ലയുടെ സെക്രട്ടറി കൂടിയുണ്ട് എന്ന് കൊണ്ടുവരാനായിട്ട് എന്ത് വിശ്വാസ്യത, എന്ത് ക്രെഡിബിലിറ്റി EDക്ക്? ഈ പറയുന്ന മഹാത്മാരില്ലേ, 16 ലക്ഷം കോടി രൂപയല്ലേ ഇന്ത്യൻ ബാങ്കിലും തട്ടിയെടുത്തിട്ട് എഴുതി തള്ളിയിട്ടുള്ളത്. അത് 4 ലക്ഷം കോടി രൂപ വിൽഫുൾ ഡിഫോൾട്ടേഴ്സ് അല്ലേ, മനഃപൂർവ്വം വെട്ടിക്കാൻ വേണ്ടി വായ്പ എടുത്തവരല്ലേ. എന്നിട്ട് ഇപ്പം എന്താ ചെയ്തിരിക്കണമെന്നറിയോ? ഈ വിൽഫുൾ ഡിഫോൾട്ടേഴ്സും വൺ ടൈം സെറ്റിൽമെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കും വീണ്ടും വായ്പ കൊടുക്കാം. കൃഷിപ്പിഴവ് വന്നിട്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന മുഹമ്മേല കൃഷിക്കാരൻ, അയാൾക്ക് രണ്ടാമത് വായ്പ കൊടുക്കാതെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടവര് ഇപ്പോൾ CTVയുടെ സുഭാഷ് ചന്ദ്ര യെസ് ബാങ്കിൽ നിന്ന് 6000 കോടി എടുത്ത് എന്നിട്ട് തിരിച്ചടച്ചില്ല. യെസ് ബാങ്കും പോയി. ഈ 6000 കോടി രൂപ ഇപ്പൊ സോണിയുമായിട്ടുള്ള കരാർ വെക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കിട്ടാക്കടം പാടില്ല. ഉടനെ അയാൾ ചെല്ലുന്നു, 6000 രൂപയുടെ കോടിക്ക് ഹെയർ കട്ട് 1500 കോടി എടുത്താൽ മതി. 1500 കോടി എടുത്ത് സെറ്റിൽ ചെയ്തിട്ടത് വീണ്ടും വായ്പയ്ക്ക് ചെല്ലുന്നു. ഇതൊക്കെ ചെയ്യുന്നത് കേന്ദ്ര സർക്കാരാണ് കേട്ടോ. ഏതെങ്കിലും ഒരുത്തൻ ഈ 4 ലക്ഷം കോടി വിൽഫുൾ ഡിഫോൾട്ടറായിട്ട് പോയവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അവനൊക്കെ ഡൽഹിയിലും അവിടെയൊക്കെ ഡൽഹിയിലല്ല ലണ്ടനിലും എല്ലാം സുഖിച്ച് താമസിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇതൊക്കെ കണ്ടോൺ ചെയ്യുന്നവരാണ് ഈ കേന്ദ്ര സർക്കാർ. പുണ്യാളന്മാരായിട്ടൊന്നും കാണണ്ട, ഇതൊക്കെയാണ് ഇവരുടെ പണി. കരിവന്നൂര്
നടന്നത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി കേരള സർക്കാർ എന്ത് ചെയ്തു? ഇനിമേൽ 2 തവണയ്ക്ക് 3 തവണയ്ക്ക് കൂടുതൽ ആൾക്ക് ഭാരം വഹിക്കാൻ പറ്റില്ല. ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ സഹകാരി നേതാക്കന്മാരോ വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ജനറൽ ബോഡിയിൽ വാർഷിക റിപ്പോർട്ടിൽ അച്ചടിച്ചു വെക്കണം. 3, ഓഡിറ്റർ എന്തെങ്കിലും കമൻറ്റ് പറഞ്ഞാൽ ആ കമൻറ്റും ആക്ഷൻ ടേക്കണം, വാർഷിക പൊതുയോഗത്തിൽ വെക്കണം. ഇങ്ങനെയുള്ള നിയമ ഭേദഗതി ഇതില്ലാതിരിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. പക്ഷെ ഇതിലെ യഥാർത്ഥ പ്രതികൾ ആരാണ് എന്ന് കണ്ടെത്തണ്ടേ? പാർട്ടിക്ക് ഇതുമായുള്ള ബന്ധം എന്താണെന്ന് കണ്ടെത്തണ്ടേ? ഈ തട്ടിപ്പ് നടത്തിയവരുടെ കൂട്ടത്തിൽ പി രാജീവിന്റെയും AC മൊയ്തീന്റെയും ഒക്കെ പേര് വരാനിടയായ സാഹചര്യം പാർട്ടി പരിശോധിക്കണ്ടേ? അത് സാര്യം നന്നായിട്ട് അറിയാം. ഒരു CPM നേതാക്കന്മാരാ ED BJPയുടെ വേർണോണ്. അതുകൊണ്ട് പറഞ്ഞത് തന്നെയാണ്. ഇനിയും വേറെ പലരും പേര് പറഞ്ഞേക്കാം. ഭീഷണിപ്പെടുത്തി BJPക്ക് കാല് മാറുന്നതിന് വേണ്ടിയുള്ള ഉപകരണങ്ങളായിട്ട് ED ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അപ്പം അതുകൊണ്ട് എന്ത് ദേശീയ അന്വേഷണ ഏജൻസി ആണെങ്കിലും ഈ അഭിപ്രായങ്ങളൊക്കെ എല്ലായിടത്തും പറയും. പക്ഷെ പ്രതിപക്ഷത്തിന് മറിച്ചാണ് അഭിപ്രായം. ഇപ്പോൾ SNC ലാവ്ലിൻ കേസ് നിരന്തരമായി മാറ്റിവെക്കപ്പെടുന്നതിന് പിന്നിൽ, അതോടൊപ്പം തന്നെ ലൈഫ് മിഷന്റെ കാര്യമായാലും കരുവന്നൂർ സഹകരണ ബാങ്കിന്റെ കേസിലായാലും സ്വർണ്ണത്തട്ടിപ്പ് കേസിലായാലും ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികളൊന്നും എങ്ങും തൊടാതെ പോകുന്നതിന്റെ കാരണങ്ങൾക്ക് പിന്നിൽ, അതുപോലെ തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ നടക്കുന്ന അന്വേഷണങ്ങളിലെ മെല്ലപ്പോക്ക് അടക്കം എല്ലാ കാര്യങ്ങളിലും ഒരു ഒത്തുതീർപ്പുണ്ട് എന്ന് പ്രതിപക്ഷം സംശയിക്കുന്നുണ്ട്. ഗുരുതരമായ ആരോപണമായി അവരത് ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സാമാന്യ യുക്തിയിലാണ് നോക്കുമ്പോൾ ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു സാമാന്യ ജനവും ആലോചിക്കും. സാമാന്യ ബുദ്ധിയുള്ള ആർക്കെങ്കിലും ഈ കേരളത്തിൽ CPM-ഉം BJPയും തമ്മിൽ ധാരണ എന്തെങ്കിലും ഉണ്ടെന്ന് പറയാൻ ചിന്തിക്കാൻ പറ്റുമോ? പല വിചിത്ര ജീവികൾക്കല്ലാതെ ഇങ്ങനെ പറയാൻ പറ്റുമോ? നിങ്ങളെന്റെ ചരിത്രം നോക്കുന്ന ഈ 2 പാർട്ടികളും തമ്മിലുള്ള ബന്ധത്തിൻ്റെത് ഇന്നും എവിടെയാണെന്നുള്ളതിനെ കുറിച്ച്. ഇവിടെ ഈ കോൺഗ്രസിന് മുഴുവൻ തോൽപ്പിച്ചിട്ട് 19 സീറ്റും ജയിച്ചിട്ട് 1 വർഷമുണ്ട്. എന്നിട്ട് ഡൽഹി പോയിട്ട് BJPയെ മാറ്റി നിർത്താൻ വേണ്ടി കോൺഗ്രസിന് കൈവക്കിയതാ. അതാ ഞങ്ങളുടെ നിലപാട്. ഇപ്പൊ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യണം, കേരളത്തിന്റെ ആവശ്യത്തിന് ഒരുമിച്ച് നിൽക്കണ്ടെന്ന്. അതിന് സംസ്ഥാനം നന്നാണെന്ന് പറയണ്ട, സംസ്ഥാനത്തിന് സമരം ചെയ്തോ. പക്ഷെ കേരളം ഒന്നിച്ച് നിൽക്കണ്ടേ? ഈ കേരളത്തിന് ഭീഷണിയാണോ BJP? എങ്കിൽ എന്തുകൊണ്ട് ഒരുമിച്ച് നിന്നുകൂടാ കേരളത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട്? അപ്പൊ ഇത് എല്ലാ അതിരുകളും ലംഘിച്ച്. അവർക്ക് വേറൊരു വാദമുണ്ട്. കേരളത്തിലെ ധനപ്രതിസന്ധി സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ഇടതുമുന്നണി മുന്നോട്ട് വെക്കുന്ന കാര്യകാരണങ്ങൾ അവർക്ക് ബോധ്യപ്പെടുന്നില്ല. മറിച്ച് അതിൽ ഇവർ കൂടി ഉത്തരവാദിത്വം വഹിക്കണമെന്നാണ് അവരുടെ. അത് പറഞ്ഞോ, ഈ സർക്കാരിനും ഇതിൽ ഉത്തരവാദിത്വമുണ്ട്. ഞങ്ങൾ സമരം ചെയ്യും, തുറന്നു കാണിക്കും, ചെയ്തോളൂ. കേന്ദ്രത്തിന് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ? ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒരുമിച്ച് നിൽക്കുന്ന വർത്താനം പറയണ്ടേ? അങ്ങനെയില്ല, അതല്ലേ രാഷ്ട്രീയം. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന എക്സാലോജിക്കയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് ROCയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നു. EDയോ CBIയോ ഉടൻ അന്വേഷിക്കണമെന്ന് പറയുന്നു. കമ്പനികാര്യ മന്ത്രാലയം ഒരു 4 അംഗ സമിതി വെക്കുന്നു. അവരുടെ റിപ്പോർട്ട് വരാൻ പോകുന്ന ഏപ്രിലാണ്. അപ്പോഴേക്ക് ഇലക്ഷൻ ഒരുപക്ഷെ കഴിഞ്ഞു കാണും. അപ്പോൾ ഈ ആരോപണങ്ങളെക്കുറിച്ചും ഇതിനെക്കുറിച്ച് ഗൗരവമായ അന്വേഷണം വേണമെന്ന ആവശ്യത്തെക്കുറിച്ചും താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? എന്താ അവിടെ മാത്രം ഒതുക്കി പരിശോധിക്കപ്പെടേണ്ടതാണോ? എന്താ അവിടെ മാത്രം ഒതുക്കി നിർത്തിയത്? 16 കോടി രൂപ മീഡിയ ഹൗസസിന് കിട്ടിയിട്ടില്ലേ? അന്വേഷിക്കണ്ടേ? അന്വേഷിക്കണം. ബാക്കി രാഷ്ട്രീയക്കാർക്കില്ലേ? അന്വേഷിക്കണ്ടേ? അതിനൊന്നും രേഖയുമില്ല, കടലാസുമില്ല, ഒന്നുമില്ല. ഇവിടെ ഔപചാരികമായിട്ട് 2 കമ്പനികൾ തമ്മിൽ കരാർ, രഹസ്യമൊന്നുമല്ല. അതിനടിസ്ഥാനത്തിൽ നിയമപരമായിട്ട് GST അടിച്ചു നൽകുന്ന സർവീസ്. എന്നിട്ട് അവര് സേവനം നൽകിയില്ലെങ്കിലേ 2 കമ്പനികൾ തമ്മിൽ റിലേറ്റഡ് പാർട്ടീസ് ആണ് ഈ കമ്പനികൾ. എങ്ങനെയാണ് KSIDC അതിനകത്ത് ഭാഗമാകുന്നു? KSIDCയുടെ ആളെ നിയമിക്കുന്നു, മുഖ്യമന്ത്രി അതിന്റെ ഭാഗമായി നിൽക്കുന്നു, അദ്ദേഹത്തിന്റെ മകൾ കമ്പനി തുടങ്ങുന്നു. അങ്ങനെ ഇവർ തൽപര കക്ഷികളാണ്, ഇൻട്രസ്റ്റഡ് പാർട്ടീസ്, റിലേറ്റഡ് പാർട്ടീസ് ആണെന്നാണ്. റിലേറ്റഡ് പാർട്ടീസ് അല്ലെന്ന് KSIDCക്ക് കേരളത്തിൽ ഇറങ്ങുന്ന അവരുടെ ധനസഹായം മേടിക്കുന്ന എല്ലാത്തിലും അവർ ഔപചാരികമായിട്ട് 1% 2% 3% ഷെയർ ഉണ്ടാവും എന്ന് വെച്ചിട്ട് എല്ലാത്തിലും കേരള സർക്കാരെ ഭരിക്കുന്ന, കമ്പനി നടത്തുന്നവരാ ഭരിക്കുന്നത്. റിലേറ്റഡ് പാർട്ടീസ് ഒന്നും പറയേണ്ട ആവശ്യമില്ല. അങ്ങനെയൊന്നില്ല. അത് വെക്കാൻ തെറ്റ്. അല്ല, ഈ മാധ്യമങ്ങൾക്ക് കൊടുത്ത കാര്യം അടക്കം അന്വേഷിക്കണം എന്നതിനോട് ഞാൻ യോജിക്കുന്നു. ആ ഒരു വാദം താങ്കൾക്ക് ഉന്നയിക്കാം എന്ന് പറഞ്ഞത് കൊണ്ട് ഇത് ഇല്ലാതായി എന്നല്ലല്ലോ ഞാൻ പറഞ്ഞതേ. ഒരു രേഖയില്ലാതെ ഇത്രയും പണം 100 കോടി രൂപ കൊടുത്തിട്ട്
അതിനെക്കുറിച്ചൊന്നുമില്ല. മുഴുവൻ രേഖയും വെച്ച് 1 കോടി എത്രയായി, 70 ലക്ഷമോ എത്ര രേഖയും ഇല്ല എന്നാണല്ലോ. അതിനെക്കുറിച്ച് അയ്യോ ലോകം മുഴുവൻ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കില്ല, അന്വേഷിച്ചോട്ടെ, റിപ്പോർട്ട് വന്നോട്ടെ. രേഖയും ഇല്ല എന്ന് മാത്രമല്ല ROC യിൽ പറയുന്നത്, തെറ്റായ സത്യവാങ്മൂലം കൊടുത്തു എന്ന് കൂടിയാണ്. അങ്ങനെ വേണമെങ്കിൽ പ്രോസിക്യൂട്ട് ചെയ്യാം എന്നാണ് പറയുന്നത്. അന്വേഷണത്തിലല്ലേ വരട്ടെ, ഇതും അന്വേഷിക്കട്ടെ. ഇവിടെ മാത്രം കണ്ണിയല്ലുന്നത് ഇത് നോക്കുന്നത്, വ്യത്യാസം നോക്ക് രണ്ടിന്റെയും. പല കടലാസും രേഖയുണ്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അല്ല, അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞതിന്റെ ഭാഗം എനിക്ക് മനസ്സിലായില്ല. അതിൽ അന്വേഷണം വേണമെന്നാണ് താങ്കൾ പറയുന്നത്. ഇവിടെ അതല്ല, ഇവിടെ രേഖാമൂലം കരാർ വെച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ സേവനത്തിൽ നേടിയിട്ടുള്ളത്. സേവനം തന്നില്ലെങ്കിൽ പറയേണ്ടതിന് ഉടമസ്ഥനല്ലേ? അല്ല, എന്ത് സേവനം എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ താങ്കൾക്കറിയാലോ ഇതിനകത്തുള്ള ഓരോരോ പ്രശ്നങ്ങൾ, ROC ചൂണ്ടിക്കാണിച്ചിട്ടുള്ള പല പല പ്രശ്നങ്ങൾ. അതായത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഒരു കരാർ സംബന്ധിച്ച കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടായിട്ടില്ല. ഇതിൽ കൊടുത്തിരിക്കുന്ന വീണ സമർപ്പിച്ച സത്യവാങ്മൂലം വ്യക്തതയില്ലായ്മയും ശരിയും ശരികേടും ഒക്കെ ഇപ്പൊ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതിന്റെ റിപ്പോർട്ട് വരട്ടെ. ഒന്നാം പിണറായി സർക്കാരിൽ താങ്കൾ ഭാഗമായിരുന്നു. രണ്ടാം പിണറായി സർക്കാരിൽ ഡോക്ടർ TM തോമസ് ഐസക് ഇല്ല. കാരണങ്ങളുണ്ട്. താങ്കൾ ഈ ഒന്നാം പിണറായി സർക്കാരിൻ ഭാഗമായിരുന്ന ഒരാളെന്ന നിലയിൽ ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നല്ല രീതിയിൽ. അങ്ങനെ ഒരു ഒറ്റ വാക്കിലാണോ? ഇത് എല്ലാ കാര്യങ്ങളും ഏക വ്യത്യാസം എന്നറിയാം. അന്ന് കേന്ദ്രം ഇത്തരത്തിലുള്ള കുത്സിത നടപടികളിലേക്ക് പോയിട്ടില്ല. അതുകൊണ്ട് കേന്ദ്രം സൃഷ്ടിച്ചിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി അന്നില്ലായിരുന്നു മാത്രമല്ല, പുതിയ ധനകാര്യ കമ്മീഷന്റെ റവന്യൂ ഡിവിഷൻ ഗ്രാൻറ്റിൻ്റെ ഗുണഫലം ഉണ്ടായിരുന്നു. 2, ഈ കോവിഡിൻ്റെ കാലത്ത് 5% വായ്പ എടുക്കാൻ അനുവദിച്ചു. ആ വായ്പ പൂർണ്ണമായിട്ടെടുത്ത സംസ്ഥാനമാണ് ഇത്. ഇതെല്ലാം മൂലം ഒരു തരം പ്രതിസന്ധി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും കാര്യങ്ങൾ നടത്താൻ പറ്റുമായിരുന്നു. ഇന്നതല്ല, ഗൗരവമായ ധനപ്രതിസന്ധിയാണ് ഈ കേന്ദ്രം സൃഷ്ടിച്ചിട്ടുള്ളത്. അതുമൂലം പലതും നമുക്ക് വേണ്ട രീതിയിൽ കൊടുക്കാൻ പറ്റുന്നില്ല. പതിക്കും മുമ്പുള്ള കാലത്തെക്കുറിച്ച് ജനങ്ങൾ ഓർക്കണില്ല കേട്ടോ, അതാണ് പ്രശ്നം. ഉദാഹരണത്തിന് പറയാം, പെൻഷൻ കുടിശ്ശിക എന്ന് എല്ലാവരും പറയണേ. 18 മാസം കുടിശ്ശിയാക്കിക്കൊണ്ട് ഉമ്മൻചാണ്ടി ഇറങ്ങിപ്പോയ ഇപ്പൊ 5 മാസമായി. 5 മാസമല്ല, കേരളത്തിൽ കഴിഞ്ഞ സർക്കാർ വരുന്നവരെ, കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാനത്തെ 2 വർഷം വരെ 3 മാസം 4 മാസം കൂടുമ്പോഴാണ് പെൻഷൻ കൊടുക്കുന്നത്. വിശേഷ ദിവസം, ക്രിസ്മസിന്, വിഷുവിന്, ഓണത്തിന് 5 മാസം 4 മാസം. അങ്ങനെയാണെങ്കിൽ ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ ക്ഷേമ പെൻഷൻ 2500 ആക്കും എന്ന് പറഞ്ഞതോ അത് നടപ്പാക്കണ്ടേ? 600 രൂപ പെൻഷൻ 1000 ആക്കാന്ന് പറഞ്ഞിട്ടാ ഭരണത്തിൽ വന്നത്. 1600 ആക്കിയോ? എല്ലാ മാസവും കൊടുക്കാൻ തീരുമാനിച്ചു കൊടുത്തോ? കാശുള്ളപ്പോഴുണ്ടല്ല, കൊടുക്കാനുള്ള മനസ്സ് ഇടതുപക്ഷത്തിനുണ്ട്. പക്ഷെ ഇപ്പൊ 5 മാസത്തെ കുടിശ്ശികയുണ്ട്. കേരളത്തിൽ ഒരു ആത്മഹത്യ നടന്നു, താങ്കൾ അറിഞ്ഞു കാണും. UDFിനില്ല. ഈ 1600 പെൻഷനിൽ ഉമ്മൻചാണ്ടിയുടെ സംഭാവന വെറും 100 രൂപയാ. ബാക്കി മുഴുവനും LDF കൊടുത്തിട്ടുള്ള പാവങ്ങൾക്ക്. അപ്പോൾ ഇങ്ങനെ പെൻഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ കാര്യം അധോഗതിയിലാവുമെന്ന് അറിയാവുന്നതുകൊണ്ട് പെൻഷൻ മാസം മാസം കൊടുക്കാനുള്ള കമ്പനിയെ പൊളിച്ചു. അതിൻ്റെ മുഴുവൻ വായ്പയും വെട്ടിക്കുറക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ അത് പ്രവർത്തിപ്പിക്കാൻ പറ്റുമോ? അങ്ങനെ മനഃപൂർവ്വം പെൻഷൻ കുടിശ്ശിക വരുത്തിയത് ഈ BJPയും കോൺഗ്രസിൻ്റെയും ഗൂഢാലോചനയാണ്. എന്നിട്ടിപ്പോൾ കുതിരയേറാൻ വരിക. ഞങ്ങൾ നാട്ടിലെ ജനങ്ങളോട് പറയാൻ പോണത്, പെൻഷൻ പറഞ്ഞ പോലെ 2500 ആക്കാം. ഈ BJPയെ കേന്ദ്രത്തിൽ നിന്ന് ഇറക്കണം. ഇവന്മാരുന്നത് ശരിയാവില്ല. 2, അങ്ങനെ പുതിയ സർക്കാർ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ പാവങ്ങളുടെ അവകാശം ചോദിക്കാൻ കേന്ദ്രത്തിൽ ഒരു 10-12 LDF മെമ്പർമാരുണ്ടാവണം. എങ്കിൽ നമുക്ക് പെൻഷൻ കൂട്ടാം. ആ രാഷ്ട്രീയം മാത്രമേ പാവങ്ങളുടെ പെൻഷനെയും ക്ഷേമാനുകൂല്യങ്ങളെയൊക്കെ സംരക്ഷിക്കാൻ പറ്റൂ. അതാണ് ഞങ്ങൾ ഇലക്ഷൻ പറയാൻ പോണത്. കേന്ദ്രത്തിൽ BJPക്ക് എതിരായിട്ടുള്ള പോരാട്ടം ശക്തിപ്പെടുത്താനും സംസ്ഥാനത്ത് വീണ്ടും ഒരു വട്ടം കൂടി അധികാരത്തിൽ വരാനും ഒക്കെ മുസ്ലിം ലീഗ് ഇടതു പാളയത്തിലേക്ക് വന്നാൽ എങ്ങനെ ഉണ്ടാകും ഡോക്ടർ ഐസക്? ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായമൊന്നും പറയുന്നില്ല. പക്ഷേ
വളരെ അന്ധമായിട്ടുള്ള ഒരു CPM വിരോധം കാണിക്കുന്നില്ല. പ്രശ്നാധിഷ്ഠിതമായ നിലപാടാണ് ലീഗ്. ഇല്ല, ഈ കോൺഗ്രസ് ചെയ്യുന്ന പോലെ ആക്രോശം എല്ലാ കാര്യത്തിലും വരുത്തുന്നുണ്ട്? ഇല്ല. ചില കാര്യങ്ങളിൽ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പൊസിഷൻ എടുക്കുന്നുണ്ട്. അത് അവരുടെ രാഷ്ട്രീയം. ഒരു അനുകൂല മനോഭാവം എന്ന് വേണമെങ്കിൽ ഇപ്പുറത്തിരുന്ന് വായിച്ചെടുക്കാൻ. ഞാൻ അതൊന്നും പറയുന്നില്ല. അങ്ങനെ ഒരു ഷെയ്ഡ് താങ്കളുടെ ഇല്ല. അങ്ങനെയായിരുന്നു കേരള രാഷ്ട്രീയം. കേരള രാഷ്ട്രീയം സർവ്വകാര്യത്തിലും അപ്പുറത്ത് നിന്നാൽ എതിർക്കാന്നുള്ളതല്ല. അതിൽ ഏറ്റവും പ്രസിദ്ധം AK ആന്റണിയുടെ നിലപാടാണ്. ഹണിമൂൺ പീരീഡ് 3 വർഷം കഴിഞ്ഞിട്ടല്ലാതെ ഞങ്ങൾ സമരം ചെയ്യില്ല. അങ്ങനെ പറഞ്ഞു. ഒരു സാമാന്യ രാഷ്ട്രീയ മര്യാദയാണ് കേരളത്തിൽ. നേതാക്കന്മാർ തമ്മിൽ ഒന്ന് കണ്ടാച്ചിരിക്കുക, വർത്താനം പറയുക, വല്ല തർക്കം തീർക്കാൻ പറ്റും തീർത്തു പോവുക, ഇതൊക്കെ നമ്മുടെ രാഷ്ട്രീയ മര്യാദയായിരുന്നു. അതെപ്പോഴും ലീഗ് പാലിക്കുന്നുണ്ട്, കോൺഗ്രസ് പാലിക്കുന്നില്ല. അല്ല, ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കുന്ന അന്ധമായ ഒരു കമ്മ്യൂണിസ്റ്റ് വിരോധം മുസ്ലിം ലീഗിന് ഇപ്പോഴില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നാണ് അല്പം മുൻപ് പറഞ്ഞത്. ഇല്ല, ഞാൻ പറഞ്ഞത് കേരളത്തിന്റെ പഴയൊരു രാഷ്ട്രീയ പാരമ്പര്യത്തിന് അനുസൃതമായിട്ടാണ് UDF നിൽക്കുന്ന ലീഗ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അത് വളരെ വ്യക്തമാണ്. കോൺഗ്രസ് അതിൽ നിന്ന് മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഭാവിയിൽ എന്താ രാഷ്ട്രീയം വരാ എന്നൊക്കെ ഞാനാരാ പ്രവചിക്കാനായിട്ട്? താങ്കളെ പോലെ ഒരാൾക്ക് ഉറപ്പായിട്ടും അത് കാണാൻ കഴിയുമല്ലോ. ഞാൻ ചോദിക്കുന്നത്, ലീഗിന് ഇടതു മുന്നണിയിൽ ഒരു ഇടമുണ്ടെന്ന് ഡോക്ടർ TM തോമസ് ഐസക് കരുതുന്നുണ്ട്. ഇതൊക്കെ ഇടതു മുന്നിൽ വേറെ കാര്യങ്ങളാ. ഞാൻ പറഞ്ഞത് ശരിയാവില്ല. താങ്കൾക്കൊരു സ്വതന്ത്രമായ അഭിപ്രായം പറയാം? ഇല്ല, അതെന്റെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. ബാക്കിയുള്ളതെല്ലാം ഈ കാര്യം തീരുമാനിക്കണം പാർട്ടിയും ഇടതു മുന്നണിയല്ലേ. അപ്പം അതിൽ അങ്ങനെ ഒരു അജണ്ട ഇല്ല എന്ന് വ്യക്തമാക്കിയാണ്. അതും ഞാൻ പറയാമല്ലോ. അങ്ങനെ ഒരു അജണ്ട ഇപ്പോൾ CPM-നും ഇല്ല, ലീഗിനും ഇല്ലെന്ന് അവരും പറഞ്ഞിട്ടുണ്ട്. പിന്നെ കാര്യങ്ങൾ അവിടെ നിന്ന് വെച്ചാൽ മതി. ഈ അടുത്ത സമയത്ത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞ ഒരു പ്രസ്താവന വളരെ ശ്രദ്ധേയമായിരുന്നു. ഞാനാണ് പാർട്ടി എന്ന് കരുതുന്ന ഒരു മനോഭാവം പാടില്ല, പാർട്ടിയാണ് നമ്മളെല്ലാം രൂപപ്പെടുത്തിയതെന്ന്. ഇത് പറയാനിടയായ സാഹചര്യം എന്താണെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? കാരണം വെച്ചാൽ ഒരുപാട് തെറ്റായിട്ടുള്ള പ്രവണതകൾ പാർട്ടിയിലുണ്ട്. ഞങ്ങൾ തിരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. നന്നാവനും സമ്മതിക്കൂലേ? ഞങ്ങൾക്കറിയാമെന്ന്. ഇത് ഞങ്ങൾ പോകുന്നത് എല്ലാവരും നല്ല രീതിയിലല്ല. കാരണം 2ാം വട്ടം ഭരണം വരുമ്പോൾ ഒരുപാട് ദുഷിപ്പുകളൊക്കെ കടന്നുകൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതിനെതിരായിട്ട് ജാഗ്രത പുലർത്തണം, പരിശോധന വേണം. അത് ഉദാഹരണത്തിന് സഹകരണ ബാങ്കുകൾ, നിങ്ങളിവിടെ ഈ കരുവന്നൂർ വരുന്നതിന് മുമ്പ് തന്നെ ഈ പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. എല്ലായിടത്തും പരിശോധന നടത്താം, എന്തെങ്കിലും ക്രമക്കേടോ കാര്യങ്ങളുണ്ടെങ്കിൽ ആ കുറ്റക്കാരെ ശിക്ഷിക്കാം. ഇത് അടിമുടി ഇത്തരത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പാർട്ടി സെക്രട്ടറി പറഞ്ഞതാണ്. ഈ വ്യക്തി ആരാധനയൊക്കെ ഇപ്പോൾ താങ്കൾ ഈ പറഞ്ഞതുപോലെ ഈ പാർട്ടിക്ക് ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന കുഴപ്പങ്ങളിൽപ്പെട്ടതാണോ? ഒരു കമ്മിറ്റിയിലിരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കുക, അതിന് പകരം കമ്മിറ്റിയെ മറികടന്ന് കാര്യങ്ങൾ ചെയ്യുക. ഏതായാലും മുകളിലൊന്നും അങ്ങനെയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാ. ഈ കമ്മിറ്റി അല്ലാതെ വേറൊന്നും നേരമില്ലെന്നുള്ളതാണ്. ഞങ്ങളെല്ലാ വെള്ളിയാഴ്ച ഇരിക്കുന്നു. സംസ്ഥാന കമ്മിറ്റി 2 ആഴ്ച കൂടും, 2 മാസം ചേരുമ്പോൾ കൂടുന്നു. അവിടെ കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യുന്നു. നേതൃതലത്തിൽ ഈ പിഴവുകൾ ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ നേതൃത്വതലത്തിൽ ഉണ്ട് എന്ന് ഞങ്ങൾ വിലയിരുത്തിയിട്ടില്ല. അപ്പോൾ പിന്നെ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് കീഴ്ഘടകങ്ങളിൽ അവിടുത്തെ സ്പെസിഫിക് ആയിട്ടുള്ള ഇഷ്യൂ ആയിരിക്കും. ഈ പാർട്ടിയിൽ ചില പ്രശ്നങ്ങളുണ്ട് പറഞ്ഞല്ലോ, നന്നാകാനും സമ്മതിക്കില്ല എന്ന് താങ്കൾ ചോദിച്ചു. ഈ എന്ത് പ്രശ്നങ്ങളെ കുറിച്ചാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും ഒരു ക്ലാരിറ്റി വന്നില്ല. പറഞ്ഞു 2ാം വട്ടം ഭരണം വരുമ്പോഴത്തേനേ നമുക്ക് ഉദ്യോഗസ്ഥ മേധാവിത്വ നിലപാടുകൾ ഉണ്ടാവും, അഴിമതി വരും, പിന്നെ ജനങ്ങളിൽ നകലാം. മനസ്സിലായില്ലേ? അതൊക്കെ വളരെ ജാഗ്രത പുലർത്തി പോകണം. അത് ജനങ്ങൾ പറയുന്ന പ്രശ്നങ്ങൾ കേൾക്കണം, അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തണം. അതിനാണ് ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അടിയന്തരമായി തിരുത്തേണ്ടതെന്ന് താങ്കൾക്ക് തോന്നുന്ന ഒരു കാര്യം? ഇപ്പോൾ ബാങ്കിൻ്റെ കണ്ടില്ലേ, അപ്പോൾ അടിയന്തരമായി തിരുത്തൽ വേണ്ട കാര്യമാണ്. എല്ലാ ബാങ്കുകളിലും അവിടുത്തെ പാർട്ടി പരിശോധിക്കണം, നമ്മുടെ പ്രതിനിധികൾ പ്രവർത്തിച്ചിട്ടുള്ളത് ശരിയായ രീതിയിലാണോ.
അതിൽ തെറ്റുണ്ടെങ്കിൽ തെറ്റ് തിരുത്തണം. ഇപ്പോൾ താഴെത്തട്ടിൽ ഒരുപാട് പണം നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ശരിയായ രീതിയിൽ പറഞ്ഞിട്ടുള്ള രീതിയിലാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ. എല്ലായിടത്തും അങ്ങനെയല്ല, തിരുത്തലുകൾ ആവശ്യമുണ്ട്. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിനെതിരെ ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിച്ചവരെ കയ്യേറ്റം ചെയ്ത രീതി കേരളത്തിൽ വ്യാപകമായ വിമർശനങ്ങൾക്കിടവരുത്തി, വ്യാപകമായി അതിനെതിരായിട്ടുള്ള ശബ്ദങ്ങൾ ഉയർന്നു വരികയും ചെയ്തു. ഡോക്ടർ ടി എം തോമസ് ഐസക് എങ്ങനെയാണ് ഈ സംഭവങ്ങളെ കാണുന്നത്? ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർ, ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നേരിട്ട രീതി, പോലീസ് കേസെടുത്ത സംഭവങ്ങൾ, ഇതൊക്കെ വ്യാപകമായി വിമർശിക്കപ്പെട്ടു. ശരിയായ രീതിയായിരുന്നു. വെറും കരിങ്കൊടിയാണെങ്കിൽ മുഖ്യമന്ത്രി തന്നെ അങ്ങനെയുള്ള പ്രതിഷേധത്തെ വേണ്ടെന്നില്ല, പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതിനുപകരം കൊടിയുമായിട്ട് വണ്ടിയുടെ മുന്നിലേക്ക് ചാടുന്ന ഏർപ്പാട്, അത് തടയാനായിട്ട് ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ട്. ജീവൻ രക്ഷാ പ്രവർത്തകർ, അതെ, ജീവൻ രക്ഷാപ്രവർത്തനം എന്നുള്ളതല്ല, അത് തടയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാവും. ഇത് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനമല്ലേ? കേരള സർക്കാരിൻ്റെ പരിപാടി വിചാരണ സദസ്സ് നടത്തുന്നുണ്ടല്ലോ, അഭംഗിയായിട്ട് നടത്ത്. ഇത് പൊളിക്കാൻ വേണ്ടി പറയേണ്ട ആവശ്യം എന്താ? ഞങ്ങൾ കൊടിയും പിടിച്ചോളൂ, വിചാരണ സദസ്സ് വരുന്നുണ്ട്, അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ എന്ന്. പക്ഷെ കൊടിയും പിടിച്ച് നിങ്ങൾ ഇറങ്ങിയിരുന്നു ഗവർണറെ നേരിടാൻ. ഗവർണറിനല്ലേ നേരിടാനൊന്നുമല്ല, പ്രതിഷേധിക്കാൻ. എന്ത് തെമ്മാടിത്തോ ചെയ്തത്? ഒരു SFIക്കാരനെ കൊല ചെയ്തവന്റെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിന്റെ പ്രതിയുടെ അടുത്ത ബന്ധുവിനെ ഒരു നിലവാരമില്ലാത്തൊരുത്തനെ പിടിച്ച് സിൻഡിക്കേറ്റിൽ അല്ല അവിടുത്തെ സെനറ്റീവ് മെമ്പറാക്കാം. ഏറ്റവും യോഗ്യരായ വിദ്യാർത്ഥി നേതാക്കളെ മുഴുവൻ മാറ്റി നിർത്തിയിട്ട് തേർഡ് റേറ്റ് VVPക്കാരെ പിടിച്ചു വെക്കാം. ഇതൊക്കെ എന്ത് മാനദണ്ഡം വെച്ച് ചെയ്യുന്നു? ഇദ്ദേഹത്തിന് എന്താ ആരധികാരം കൊടുത്തതൊക്കെ ചെയ്യാനായിട്ട്? ഇവിടുത്തെ സർക്കാർ, ജനങ്ങൾ ആരെങ്കിലും ഇത് ആഗ്രഹിക്കുന്നുണ്ട്? ഇന്നവരെ BJPക്ക് ഈ സ്ഥാനങ്ങളിൽ ഒരു പങ്ക് കിട്ടിയിട്ടുണ്ടോ? ഇയാൾ ഉപയോഗിച്ച് BJP കയറാൻ നോക്കുമ്പോൾ രാഷ്ട്രീയം കളിക്കണേ. അപ്പോൾ അത് പറ്റില്ല. ഇടയ്ക്കൊരു സമയത്ത് ഡോക്ടർ ടി എം തോമസ് ഐസക്കിനെ അങ്ങനെ സജീവമായി കാണാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ വീണ്ടും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് താങ്കൾ ഒരിക്കൽ കൂടി വളരെ സജീവമായി വരുന്നു എന്ന് ഞാൻ പറയുകയാണ്. ആലപ്പുഴയിലോ അതല്ലെങ്കിൽ എറണാകുളത്തോ അതല്ലെങ്കിൽ പത്തനംതിട്ടയിലോ ഡോക്ടർ ടി എം തോമസ് ഐസക് ഇക്കുറി സ്ഥാനാർത്ഥിയാകും എന്ന് ഞാൻ പറഞ്ഞാൽ? പാർട്ടി തീരുമാനിക്കണം. ഞങ്ങളുടെ പാർട്ടി ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. അത് ഈ കേന്ദ്ര കമ്മിറ്റി കഴിഞ്ഞാൽ മാത്രമേ ആ ചർച്ചകളിലേക്ക് കാണൂ. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, ജയിക്കുക എന്നുള്ളതായിരിക്കണം മാനദണ്ഡം. ജയിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥികൾ നിർത്തണം. ആ മാനദണ്ഡം വെച്ച് അളന്നിട്ടായിരിക്കും ഓരോ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുക. അപ്പോൾ ആ എന്ത് തീരുമാനം പാർട്ടി എടുക്കുന്നു അതുപോലെ. പാർട്ടി അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ താങ്കൾ സന്നദ്ധനാണ്? നിശ്ചയമായിട്ടും പാർട്ടി തീരുമാനത്തിന് വിധേയമായിട്ടല്ലേ പ്രവർത്തിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് ഓപ്ഷൻ ഉണ്ടോ? അത് ആലപ്പുഴയിലാകാം, അതല്ലെങ്കിൽ പത്തനംതിട്ടയിലാകാം. എനിക്ക് ഓപ്ഷൻ ഇല്ല. പാർട്ടി പറയുന്ന പത്തനംതിട്ടയിലാണ് താങ്കൾ കൂടുതൽ കേന്ദ്രീകരിക്കുന്നത്. ഈ പാർട്ടി പറയുന്ന ഓപ്ഷൻ അത് കാരണം വെച്ച് കഴിഞ്ഞാലേ ഞങ്ങൾക്ക് എല്ലാവർക്കും ജില്ലകളിൽ പൊളിറ്റിക്കൽ ചാർജ് ഉണ്ട്. അതെ, എൻ്റെ ചാർജ് പത്തനംതിട്ടയാണ്. അപ്പോൾ അവിടെ നിന്ന് പ്രവർത്തിക്കും, അവിടെ നിന്ന് മത്സരിക്കാം. അത് എവിടെ നിന്നും വേണമല്ലോ. പത്തനംതിട്ട ആയിരിക്കും കുറെ കൂടി എനിക്ക് തോന്നുന്നത് താങ്കൾക്കൊരു ആത്മവിശ്വാസം. എനിക്ക് അങ്ങനെ ഒരു മണ്ഡലത്തോടൊന്നും പ്രതിപത്തിയില്ല. പാർട്ടി തീരുമാനമനുസരിച്ച് പ്രവർത്തിക്കും. അപ്പോൾ വീണ്ടും നമ്മൾ കിഫ്ബിയിലേക്ക് വരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് ഇനി ഡോക്ടർ ടി എം തോമസ് ഐസക്കിന്റെ സമീപനം എന്താകും എന്നൊരിക്കൽ കൂടി. കോടതി ഇപ്പം നിങ്ങൾ പറയുന്നു കോടതി അങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന്. അങ്ങനെ ചിന്തിച്ച് പറയുന്നെങ്കിൽ കോടതി പറയുന്ന പോലെ ചെയ്യും. പക്ഷെ ഇപ്പം കോടതി വിധിച്ചിരിക്കുന്ന അങ്ങനെയല്ല. വിധിച്ചിരിക്കുന്ന റോവിങ് എൻക്വയറി പാടില്ല. ആ പണി വീണ്ടും വേറെ പേര് ചെയ്യാൻ വന്നാൽ ചോദ്യം ചെയ്യും. അപ്പോൾ ഇനി സമൻസ് അയച്ചാൽ നിശ്ചയമായിട്ടും ഹൈക്കോടതിയിൽ പോവും. കോടതി പറയണത് അല്ലല്ല നിങ്ങൾ ചെന്ന് വർത്താനം പറയും. വർത്താനം പറയുമ്പോൾ ഒരു രേഖയും കൊടുക്കാൻ കയ്യിലില്ല. പിന്നെ ചോദിച്ച കാര്യങ്ങൾക്ക് പറഞ്ഞു എന്താ കുഴപ്പം? പ്രശ്നം വെച്ചാലേ ഇതാണ് ലളിതമായ കാര്യം. 2 വർഷം കിടന്ന് വിരകിയിട്ട് കണ്ടുപിടിച്ചോ എന്താ നിയമലംഘനം ഒന്ന്? അത് രാഷ്ട്രീയ നീക്കമാണ്. രാഷ്ട്രീയമായിട്ട് മറുപടി പറയും. നിലപാടുകളിൽ ഉറച്ച് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.